സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ യെറ്റ് അനദർ വീഡിയോ ലെറ്റ്സ് ടോക്ക് മോർ ടെക്. അതായത് നമ്മൾ ഈ ചാനലിൽ ഫുൾ ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് ആണ് പറയുന്നത്. പതിവിൽ വിപരീതമായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി കാറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഓൾറെഡി നമ്മൾ ടെക് ഗാഡ്ജറ്റ്സ് റിവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡാഷ് ക്യാം. അപ്പൊ ഇത് ഫിറ്റ് ചെയ്യാൻ എങ്ങനെയാന്നുള്ളത് ഞാൻ മുന്നേ ഇതിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഫിറ്റ് ചെയ്ത് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ ചെക്കൗട്ട് ചെയ്ത അൺബോക്സിംഗും ഡീറ്റെയിൽസും കൊണ്ട് കാണാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. കൂടുതൽ സമയം വെച്ച് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഈ യൂണിറ്റ് കണക്ട് ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം പവർ കൊടുത്തിട്ട് ഈ ഡിസ്പ്ലേയിലേക്ക് പവർ വരുന്നുണ്ടോ നമുക്ക് ഇതും ഇതിന്റെ പവർ യൂണിറ്റ് കൂടെ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ പവർ സോക്കറ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ സോക്കറ്റിലേക്ക് ഇത് ആദ്യം പ്ലഗ് ചെയ്യണം. ഇവിടെ പവർ വരുന്നത് കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് കൊടുത്തു നോക്കാം. പവർ വരുന്നുണ്ടോന്ന് അറിയാം. ഡിസ്പ്ലേയിൽ ഇവിടെ സി ടൈപ്പ് പോർട്ടാണുണ്ട്. പവർ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പവർ ബട്ടൺ കാണുന്നുണ്ട്. സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. റെഡ് ടൈഗർ ആ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്. അതിന്റെ ക്യാമറ നമ്മളിപ്പോ ഓൺ ആക്കിയിട്ടില്ല. ക്യാമറ ഓൺ ആക്കി. ഇപ്പൊ ഫ്രണ്ട് ക്യാം ഇതിൽ കാണുന്നുണ്ട്. ബാക്ക് ക്യാം മീൻസ് ഇത് ഉള്ളിലേക്കുള്ള ക്യാമറ കേട്ടോ. എങ്ങനെയായിരിക്കും നമ്മളിവിടെ ഫിറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇത് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്ത് നോക്കാം ആദ്യം. ഓക്കെ, ഇവിടെ നമ്മള് റെക്കോർഡിങ് നേരെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താല് മെനുവിലേക്ക് വരും. ക്ലിക്ക് ചെയ്ത് റെക്കോർഡിങ് സ്റ്റോപ്പായി മെനുവിലേക്ക് വരാം. അപ്പൊ നമ്മൾ എന്നിട്ട് ഇവിടുന്ന് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. എങ്ങനെയാ നമുക്കിത് വേണം. ഇവിടെ 24/7 അങ്ങനെ ഓരോ ടൈം ഫോർമാറ്റ് ഒക്കെ ഇവിടുന്ന് നമ്മൾ സെറ്റ് ചെയ്യാം. SD കാർഡ് ഫോർമാറ്റ് ചെയ്യാം. റെക്കോർഡിങ് ലൂപ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ, ക്ലോക്ക് സെറ്റിങ്സ്, ടൈം സോണ്, ടൈം സ്റ്റൈല്, ലാംഗ്വേജ്, വൈഫൈ, ആപ്പിലേക്ക് നമ്മൾ ആപ്പ് ഉണ്ടായി ഞാൻ കാണിച്ചു തരാം. സെൻസറിൻ്റെത്, GPS, സ്ക്രീൻ സേവർ, റിയർ ക്യാം ഫ്ലിപ്പ് ചെയ്യാം, മിറർ ഫ്ലിപ്പ്, ഫ്ലിക്കറിങ് സെറ്റ് മീൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ക്ലിക്ക് ടോണ്, സൗണ്ട് റെക്കോർഡ്, സ്റ്റാർട്ടപ്പ് സൗണ്ട്, ഡേറ്റ് സ്റ്റാമ്പ്, സ്പീഡ്, അങ്ങനെ എല്ലാ സെറ്റിങ്സും ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇപ്പൊ സെറ്റ് ചെയ്യേണ്ടത് മെയിനായിട്ട് നമുക്ക് ഏത് സമയത്താണ് റെക്കോർഡിങ് വേണ്ടതെന്നുള്ള അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ആപ്പ് എന്നുള്ളത് നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇത് സ്കാൻ ചെയ്യാൻ വരും. അപ്പൊ ഇത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും രണ്ട് സ്ഥലത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. അത് നമ്മൾ ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്യണം. അതിന് ഇമെയിൽ ഐഡിയും പിന്നെ അതേപോലെ മെയിൽ ഐ ഡി വെച്ച് വെരിഫിക്കേഷൻ കോഡും വെച്ചിട്ട് അത് ആദ്യം തന്നെ ഒത്തന്റിക്കേറ്റ് ചെയ്യാം. ശേഷം നമ്മളെ വെഹിക്കിളിന്റെ രജിസ്റ്റർ ചെയ്യാനുള്ള സ്ക്രീൻ വരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇയറും അതേപോലെ തന്നെ മീൻസ് മോഡൽ ഇയറും മോഡൽ ഏതാണ്. ഇപ്പം എൻ്റെ ഡിസയർ 2024 മോഡൽ ആയതുകൊണ്ട് അത് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ക്രീൻ വരും. ഇതിൽ നമ്മൾ വൈഫൈ ഇങ്ങനെ കണക്ട് ചെയ്യും, പാസ്വേഡ് ഇവിടെ നിന്ന് കിട്ടുന്ന വരും. കറക്റ്റ് ഫോണും നമ്മുടെ ഇതിലുള്ള നമ്മൾ ഡാഷ് ക്യാമത്തെ വൈഫൈ കണക്ട് ചെയ്യണം. അത് ഇൻട്രപ്റ്റ് ആയി കഴിഞ്ഞാൽ കണക്ഷൻ ലോസ്റ്റ് ആയിട്ട് ഇതാവില്ല. അതായത് നിങ്ങളെ കാറിലെ വൈഫൈ ഒക്കെ ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചാൽ ഡിസ്പ്ലേയിലെ വൈഫൈയിലെ അതുമായിട്ട് കണക്ട് ചെയ്തെന്ന് വെച്ചാൽ അത് ഇതേപോലെ തന്നെ എറർ സ്ക്രീൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഡാഷ് ക്യാമുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ സ്ക്രീനുമായിട്ടുള്ള ഡിസ്കണക്ട് ചെയ്തിട്ട്. എന്നാലേ നമുക്ക് ഇതേപോലെ പ്രിവ്യൂസും ആപ്പിലുള്ള കൺട്രോൾസും ഒക്കെ കാണുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി ഓൺ ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡായ വീഡിയോസാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നേരെ ആപ്പിൽ കയറിയിട്ട് ഇതേപോലെ ഈ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനിൽ ചെന്നാൽ നമുക്ക് സ്നാപ്ഷോട്ട് എടുക്കണമെങ്കിൽ ആ ഡാഷ് ക്യാമിലുള്ള ഓക്കെ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് അതിൽ സ്നാപ്ഷോട്ട് എടുക്കാൻ പറ്റും. അതും നമുക്ക് ഇവിടുന്ന് പ്രിവ്യൂ ചെയ്യാം.
അപ്പോൾ ഇവിടുത്തെ സെറ്റിങ്സിൽ നമുക്ക് വീഡിയോൻ്റെ റെസൊല്യൂഷനും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും പിന്നെ അതുപോലെ എത്ര സെക്കൻഡിലേക്കുള്ള ഷോർട്ടായിട്ട് അത് റെക്കോർഡ് ആവാം. അപ്പോൾ എത്ര മിനിറ്റുള്ള ഷോർട്ടായിട്ട് റെക്കോർഡ് ആവണം എന്നുള്ളത് അവിടെ കാണിക്കുക. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ ഒരു 1 മിനിറ്റ് കൊടുത്തിട്ടുള്ളത്. റിവ്യൂവിൽ കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ഇവിടുന്ന് സേവ് ചെയ്യാനും പറ്റും. പിന്നെ അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ആ ഒരു ഷോട്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡാഷ് ക്യാമിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അതിൻ്റെ പ്രിവ്യൂവിൽ കയറിയിട്ട് അവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലോക്കൽ ഫയൽസിലേക്കാണ് ഫസ്റ്റ് ഡൗൺലോഡ് ആവുക. ഇവിടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ ബേസിക് ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞു പോകാം. ഡൗൺലോഡ് നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു ലോക്കൽ ഡൗൺലോഡ്സിൽ സേവ് ആവും. പിന്നെ അവിടുന്ന് നിങ്ങൾ പ്രിവ്യൂ എടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഗാലറിയിലേക്ക് സേവ് ആവും. അപ്പോൾ നമുക്കിത് നേരെ ഗാലറിയിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ ആ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഡാഷ് ക്യാം ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലോക്കലി നമുക്കത് നമ്മുടെ ഡിവൈസിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഫുട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫെറ്റിക് റിമൈൻഡർ ഉണ്ട്. നമ്മൾ ഒരുപാട് സമയമായിട്ടുണ്ടെങ്കിൽ റിമൈൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇവിടെ 1 hour 2 hour 3 hour സെറ്റ് ചെയ്യാം. അപ്പോൾ 3 hourൻ്റെ ജേണിക്കാണ് പോകുന്നത്. അപ്പോൾ 3 hour സെറ്റ് ചെയ്ത് പിന്നെ കാർഡിൻ്റെ സ്പീഡ് നമുക്കിവിടെ നോക്കാം. 1 GB ഫ്രീ സ്റ്റോറേജ് റിക്വയർഡ് ഡ്യൂറിങ് SD കാർഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് 1 GB സ്പേസ് ആവശ്യമുണ്ട്. നമ്മളത് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, റൈറ്റ് സൈസ് ആവറേജ് സ്പീഡ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ, പിന്നെ ക്യാം, നമുക്കിപ്പോൾ ഇവിടെ ഇൻസൈഡ് ക്യാം ഉണ്ട്, ഇവിടെ ഔട്ട് സൈഡ് ഉണ്ട്. അപ്പോൾ ഇൻസൈഡ് ക്യാം നമുക്ക് ഓഫാക്കി വെക്കണമെങ്കിൽ പ്രൈവസി മാറ്റേഴ്സ് ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസൈഡ് ക്യാം വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ IR LEDs ഇത് വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ചില രാത്രി സമയങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഓണാവും. അതേപോലെ തന്നെ അല്ലാത്ത സമയത്ത് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. പിന്നെ സ്പീഡ് ലിമിറ്റ്, ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് നമുക്ക് മാക്സിമം എത്ര അങ്ങനെ ആ ഒരു സ്പീഡ് ലിമിറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെസൊല്യൂഷൻ 4K 1080p അതായത് ഇവിടെ 1080 ബാക്ക് 4K പിന്നെ 2.5K രണ്ടും 2.5K അല്ലെങ്കിൽ ഫ്രണ്ട് 2.5K ഉള്ളിലുള്ള 180p മീൻസ് റിയറിൽ 180p അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ റെസൊല്യൂഷൻ മാക്സിമത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ഉണ്ടാവുക. പിന്നെ SD കാർഡ് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി ഞാനിതിപ്പോൾ ഫോർമാറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഫോർമാറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് മുതൽ അങ്ങോട്ടുള്ള റെക്കോർഡിങ്സ് ആയിരിക്കും നമുക്ക് ആപ്പിൽ കിട്ടുക. പ്ലേ ബാക്ക് ഫുള്ള് കംപ്ലീറ്റ് ഉള്ളത് നമുക്ക് ആപ്പിൽ കിട്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ടൈം സോൺ ഓൾറെഡി സെറ്റ് ചെയ്ത് വൈഫൈൻ്റെ ഞാൻ കാണിച്ചു തന്നു, ആപ്പ് കാണിച്ചു. സെൻസറിൻ്റെ സെൻസിറ്റിവിറ്റി ഞാൻ ഇപ്പോൾ മീഡിയത്തിലാണ് സെറ്റ് ചെയ്തത്. നമുക്ക് ആപ്പ് കൂടി സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ സ്ക്രീൻ സേവർ ഞാൻ ഇപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. റിയർ ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ബാക്ക് സ്ക്രീനിൽ എങ്ങനെയാണ് അത് കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ. ഫ്ലിക്കറിങ് എങ്ങനെയാണ് നമ്മൾ ഹെഡ്സ് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ 60 Hz നമുക്ക് ഫ്ലിക്കറിങ് കാണിക്കുന്നുണ്ട് സ്ക്രീനിലുണ്ടായി, വേണമെങ്കിൽ നമുക്കത് 50ലേക്ക് സ്വിച്ച് ചെയ്യാം. പിന്നെ ക്ലിക്ക് ടോൺ, ഇപ്പോൾ നമുക്ക് ക്ലിക്ക് ടോൺ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ടാവും, വേണമെങ്കിൽ ഓഫാക്കി വെക്കുക. അപ്പോൾ ഞാനത് ഓഫാക്കി കണ്ടോ, ഇപ്പോൾ ടോണില്ല. പിന്നെ സ്റ്റാർട്ടപ്പ് സൗണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓഫാക്കി വെക്കാം, അതും കുഴപ്പമില്ല. സൗണ്ട് റെക്കോർഡിങ് വേണമെങ്കിൽ നമുക്ക് ഓഫാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈസ് മാക്സിമം കുറയ്ക്കാം. ഇപ്പോൾ ഇതിൽ 64 GB ഇതാണുള്ളത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ടും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഡേറ്റ് സ്റ്റാമ്പ് ഓൺ ആക്കി വെക്കാം, എന്നാലും നമുക്കിത് എവിടെയെങ്കിലും ഫുട്ടേജ് ആവശ്യം വരുമ്പോൾ അത് യൂസ്ഫുൾ ആവും. സ്പീഡ് സ്റ്റാമ്പും അതേപോലെ തന്നെ ഇട്ടുള്ളതാണ്. പിന്നെ DST വേണമെങ്കിൽ ഓഫാക്കി വയ്ക്കാം അല്ലെങ്കിൽ ഓൺ ആക്കി വയ്ക്കാം. ഫോർമാറ്റ് റിമൈൻഡർ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇൻസൈഡ് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് 24/7 ഓൺ ആയിരിക്കും. വൈഫൈ ഉണ്ട്. ലാംഗ്വേജസ് ഇപ്പോൾ ഇതിൽ ഇംഗ്ലീഷും പിന്നെ അതൊക്കെ ചൈനീസ് ലാംഗ്വേജ് ഉള്ളത്, ഇംഗ്ലീഷാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് പിന്നെ ഇത് GPS ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനം ഞാൻ കാണിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഏതായാലും കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. ഓക്കെ, എന്നിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം പവർ ഓഫ് ചെയ്യാണ്, കാരണം എനിക്ക്
അടുത്തത് റെക്കോർഡിങ് മീൻസ് ഞാനിതിൻ്റെ ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇത് ഓണാക്കുന്നതായിരിക്കാമല്ലേ. ഇവിടെ നമുക്ക് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പറ്റും. ഇതിൻ്റെ മേലെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, പാടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ സ്റ്റിക്കർ വെച്ചിട്ട് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇതിന് നല്ല പൊടിയിട്ട് അതേപോലെ ഉണ്ട്. അതേപോലെ തന്നെ വൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഏത് ആംഗിൾ വേണമെന്നുള്ളത് നോക്കിയിട്ട് നമുക്കിപ്പോൾ പവർ ഓൺ ചെയ്ത് നോക്കാം, ആംഗിൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇവിടെ വെച്ചാൽ ആംഗിൾ കിട്ടുന്നുണ്ടോ നമുക്ക്. ഈ ഒരു ആംഗിളായിരിക്കും നമുക്ക് കറക്റ്റ് കിട്ടേണ്ടത്. ഓക്കെ, ചൂടും കൊണ്ട് വെക്കാല്ലേ. സെന്റർ വെക്കാല്ലേ. നമ്മള് ഈ ഒരു സാധനം ഇതിന്റെ അടി കൂടെ അങ്ങനെ എടുത്തിട്ട് ഇതിലേ ഇങ്ങനെ എടുത്തിട്ട് ഈ സൈഡ് കൂടെ അങ്ങനെ കയറ്റിട്ട് ഇതില് നമ്മളെ സ്റ്റിക്കറിൽ ചെയ്ത് ഉള്ളിലേക്ക് വെക്കാൻ കുറച്ച് പാടാം. മറ്റേ ആ ഒരു ടൂളൊക്കെ വെച്ച് ഇതിലെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ തൽക്കാലം. ഇനി ബാക്കിലേക്കുള്ളത് സെറ്റ് ചെയ്യണം. ഇതാണ് ബാക്കിലേക്കുള്ള ക്യാം. ഇതിന് നമ്മള് ഇവിടുന്ന് സോഴ്സ് കൊടുക്കണം. ഓക്കെ, ഇത് കളയാൻ പറ്റില്ല, നമുക്ക് ആവശ്യമില്ലാത്ത വേറെ ചുറ്റി. ഓക്കെ, നമ്മൾ ഈ ഒരു സാധനം ഇതിന്റെ ഈ പവർ സോഴ്സ് ഇത് തന്നെയാണ്, ഇതിലേക്ക് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്യാമറേൻ്റെ മുകളിലത്തെ ഇത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഷ്വല് കാണുന്നുണ്ടോ? യെസ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇത് ഫ്രണ്ട് ക്യാമത്തെ വിഷ്വലാണ്, ഇത് ബാക്ക് ക്യാമ. അതായത് ഇപ്പം ഞാൻ ബാക്കിലൊട്ടിക്കാൻ പോകുന്ന ഈ ഒരു ക്യാമറത്തെ വിഷ്വലാണ് അതിൽ കാണുന്നത്. ഓക്കെ, അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ വ്യൂ ആംഗിൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് ക്യാം ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിയർ ക്യാം ഫ്ലിപ്പ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നുള്ളത് നോക്കാം. ഇത് ഫ്ലിപ്പായിട്ടുണ്ട്, ഇമേജ് തലകുത്തനെ. അതായത് നമ്മൾ ഇങ്ങനെയാണ് ക്യാമറ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് മീൻസ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് കാറിന്റെ ബോഡിയിൽ മീൻസ് ഉള്ളിൽ ആ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതല്ല നമ്മൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാതെ വെക്കാം. നമുക്ക് അവിടെ എങ്ങനെ വെക്കാൻ പറ്റാൻ നോക്കാം ആദ്യം. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ഉള്ളിലേക്കുള്ളത് ക്യാമറേൻ്റെത് ഓഫാക്കിച്ചതാണ്. നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളിലേക്കുള്ളതും ഇത് കാറിന്റെ ഉൾഭാഗം, ഇത് ബാക്ക് റിയർ ക്യാം, ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ ഭാഗം. ഓക്കെ, മൊത്തം 3 ക്യാമിന്റെ ഇവിടെ കാണാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലേക്കുള്ളത് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്ത പോലെ എനിക്കിപ്പോൾ ഉള്ളിലേക്കുള്ള ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ് തൽക്കാലത്തേക്ക്. ഓക്കെ, ഇവിടെ ഞാനിത് ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്യാമറ കൂടെ ബാക്കിൽ സെറ്റ് ചെയ്യാം. സോ ഗൈസ്, യെസ്, നമ്മളിത് ഈ ഒരു റെഡ് ടൈഗർ F70 എന്ന് പറഞ്ഞ മോഡൽ ഇപ്പൊ നമ്മുടെ കാറിൽ ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പോകുന്ന വഴിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഈ വ്യൂസ് ഒക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്ന വ്യൂ ഒക്കെ ഇവിടുന്ന് കാണാം. ഏകദേശം ബാക്കിൽ ഇപ്പൊ നമ്മൾ ഇത് ബാക്കിലുള്ള വ്യൂ, ഫ്രണ്ടത്തെ വ്യൂ ഒക്കെ കറക്റ്റ്. ഫ്രണ്ടത്തെ വ്യൂ ഇപ്പോ ഇതാണ്, ആ ഒരു വ്യൂ ഇവിടെ ഫുള്ള് ഇതിൽ കിട്ടുന്നുണ്ട്. ബാക്കത്തെ വ്യൂ ഇതാണ്, ബാക്കിലുള്ള വ്യൂ അതും കറക്റ്റ് ആയിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഹിഡൻ ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. ഞാനിപ്പോ ഇത് ഇതേപോലെ എടുത്തിട്ടുള്ളത്, മറ്റേ വേറെ ഈ സൈഡിൽ കൂടെ അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ ഹിഡൻ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. മറ്റേ ടൂള് വെച്ചിട്ട് വേണമെങ്കിൽ ഡോറിൻ്റെ ഈ സൈഡിലോ അല്ലെങ്കിൽ വേറെ സൈഡിൽ കൂടെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇതിൽ കൂടുതൽ ഹിഡൻ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഒരു ലക്ഷറി ഇല്ല ശരിക്കും, ഇത് നമുക്ക് അത്യാവശ്യമുള്ള ഒരു സാധനമാണ്.
എന്റെ ശിങ്കിടിയാണിത്, ശിങ്കിടി. ഇവളാണ് സാധനമൊക്കെ ചെയ്തു തന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ കിട്ടുക. എന്തായാലും താങ്ക് യു. നമുക്ക് ഏതായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പോകുന്ന പെർഫോമൻസ് എത്രത്തോളം GB നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ തൽക്കാലം നമുക്കിത് ഓഫ് ചെയ്തിടാം. ഓക്കെ, ഓഫ് ചെയ്തിട്ട് ഇവിടുന്നാണ് ഇപ്പൊ കറണ്ട് വലിക്കുക. നമുക്കൊക്കെ ഉള്ള ഡൗട്ടാണ് ഇത് ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത്. ശരിയാണ്, ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന വിഷയം. ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനം ആയതുകൊണ്ടാണ്. നമുക്കത് ആവശ്യമില്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഇതേപോലെ റിമൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന്റെ ഫുൾ സെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ചാനൽ വിസിറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നമ്മളെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പൊ അതേപോലെ ടെക് ടിപ്സ് ആൻഡ് ട്രിക്സിനും ടെക് ഗാഡ്ജറ്റ് റിവ്യൂസിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റിന്റെ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ഫ്രം ലെറ്റ്സ് ടോക്ക് മോർ ടെക്. ഗൈസ്, നമുക്കത് റിയൽ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു വ്യൂ ആയിരിക്കും കാണാം. ഫ്രണ്ടും റെയറും ആണ് ഇപ്പൊ ഓണാക്കിയിട്ടുള്ളത്, ഉള്ളിലേക്കുള്ള ഓഫ് ചെയ്ത് വെച്ചാണ്. ഓഡിയോ റെക്കോർഡിങ്ങും ഞാനിപ്പോ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം അതിലിപ്പോ 64 GB അതിന്റെ കൂടെ വരുന്ന മെമ്മറി കാർഡ് ഉള്ളു. നിങ്ങൾക്ക് ഇതിന്റെ വ്യൂ ഇത്തരത്തില് ആയിരിക്കും ഇതിന്റെ ഒരു ഔട്ട് കിട്ടുക. ഞാൻ ഈ ഫോണില് ഇതിന്റെ ക്വാളിറ്റിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻസൈഡ് ക്യാമറ വിഷ്വലും ഓഡിയോ ഔട്ട്പുട്ടായിരിക്കും കിട്ടും.